ഹലോ ഫ്രണ്ട്സ്, അക്കച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സേമിയ കേസരിയാണ്. സേമിയ നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇടയ്ക്കൊക്കെ ഇതേപോലെ സ്വീറ്റ് ആയിട്ടുള്ള ഡിഷുകൾ ഉണ്ടാക്കി നോക്കുക. അതെങ്ങനെയാണെന്ന് കാണാം. ചൂടായിരിക്കുന്ന ഈ കടായിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഈ നട്ട്സുകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടിയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും കാഷ്യൂനട്ടും ആൽമണ്ടുമാണ്. നിങ്ങളുടെ കൈവശം എന്ത് നട്ട്സാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. കിസ്മിസ്, വാൾനട്ട്, കപ്പലണ്ടിയൊക്കെ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. കയ്യിലെന്താണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്കിട്ട് നമുക്കിത് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിനകത്ത് ഈ നട്ട്സുകൾ അത്യാവശ്യമാണ്. ഈ കേസരി ഉണ്ടാക്കുമ്പോൾ അതിടയ്ക്ക് കടിക്കണം. അതിന് വേണ്ടി ഇതിങ്ങനെ ചേർത്ത് കൊടുക്കണം. ഇത്രയും ഗോൾഡൻ കളർ ആയാൽ മതി. ഇതിന് നമുക്ക് കോരി മാറ്റാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സേമിയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ കപ്പിൽ 1 കപ്പ് സേമിയാണ് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഗോൾഡൻ ബ്രൗൺ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയായാൽ മതി. ഇത് പിന്നെ കണക്കിന് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ അളന്ന കപ്പിൽ ഈ കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതായത് എടുത്തതിൻ്റെ ഇരട്ടി വെള്ളം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കുന്നത്. ഈ സേമിയ ഇനി വെള്ളത്തിൽ ഒന്ന് കുക്കായി വരണം. എന്നിട്ട് വേണം നമുക്കിത് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇത്ര ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അതേ അളവ് കപ്പിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. സേമിയയ്ക്ക് അധികം വേവില്ല. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഈ പഞ്ചസാര ഒന്ന് ഇതാകട്ടെ, ചേരട്ടെ. ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് അല്പം കളറിന് വേണ്ടി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലാതെയും കഴിക്കാം. കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സേമിയ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടം പോലെ റെസിപ്പികൾ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ എളുപ്പമുള്ള ഇഷ്ടം പോലെ റെസിപ്പികൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് ഈ സേമിയ കേസരി. ഇതേപോലെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് അടിയിൽ നിന്ന് വിട്ടുപോരുന്ന പാകമാകുമ്പോൾ വേണം നമുക്കിത് മാറ്റാനായിട്ട്. ഇതേപോലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇതിൽ നിന്ന് ഇതേപോലെ വരണം. ഈ പരിവായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. വീണ്ടും 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മധുരം എല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി 1 നുള്ള് ഉപ്പും കൂടി എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇതുണ്ട്, ഇതേപോലെ നല്ല സേമിയ കേസരി തയ്യാറാക്കി എടുക്കാൻ പറ്റും. 1 നുള്ള് ഉപ്പും തൂളി കൊടുക്കട്ടെ. മധുരം കറക്റ്റായിട്ട് നിന്നോളും. ഇതേ രീതിയിൽ വേണം ഈ സേമിയ കേസരി ഉണ്ടാകാനായിട്ട്. അവസാനം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ആ നട്ട്സുകളും കൂടി ഇതിലേക്ക് തൂളി ഇളക്കി കൊടുക്കണം. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ.
നല്ല ടേസ്റ്റുള്ള സേമിയ കേസരി തയ്യാറാക്കി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യുക. നിങ്ങളുടെ കമൻസുകളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാവരും സഹകരിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക്